നമുക്ക് വേദനയും ശോധനയും പരീക്ഷയുടെ മുഖങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ അവിടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. 4-ാം അധ്യായം തന്നെ ദൈവീയ ഉപദേശങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായ ഭാഗമാണ്. 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങൾ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. 40 ദിവസത്തിന്റെ ഉപവാസത്തിന് നാളുകളിൽ പിശാച്, 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്താഗതികൾക്ക് മാറ്റം വരുന്ന ഒരു സാഹചര്യമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് വേദനകളില്ല, ഭാരങ്ങളില്ല. പിശാച് നമ്മുടെ കൂടെ വരുത്തില്ല, നമ്മളെ പോരാടുവാൻ വരുത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല ചിന്താഗതികൾ പുതിയ നിയമ സഭകളിലേക്ക് കയറിക്കൂടിയുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പലപ്പോഴും ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നതും ദൈവം നമ്മളെ പണിതെടുക്കുന്നതും ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതുമായ മേഖലകൾ ആത്മാവിനാൽ ആ മേഖലകളിൽ കൂടെ നമ്മളെ നടത്തി വിടുന്നത് നമ്മളവിടെയൊക്കെ ജയിച്ച് മുന്നേറുവാനാണ്. ഇവിടെ ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ 40 ദിവസവും പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നുവെന്ന വേദപുസ്തകം വായിക്കുന്നത്. നാം ആത്മാവിനോടുകൂടി ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ പൈശാചികൻ നമ്മുടെ പുറകെ ഉണ്ട്. നമുക്ക് വേദന കൊണ്ടുവരുവാനും നമുക്ക് ശോധന കൊണ്ടുവരുവാനും നമ്മളെ പരീക്ഷിക്കുവാനും നമ്മളെ തോൽപ്പിക്കുവാനും ഒക്കെ പിശാച് നമ്മുടെ പുറകെയുണ്ട്. എന്നാൽ നമുക്കതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അവൻ 3 ഘട്ടങ്ങളിൽ പിശാച് അവനെ പരീക്ഷിക്കുന്ന വേദം. ഞാൻ അതിൻ്റെ വിശദീകരണ ഭാഗത്തിലേക്ക് പോകുന്നില്ല. 3 ഘട്ടങ്ങളിൽ പിശാച് കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ 13-ാമത്തെ വാക്യം, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. ആ പരീക്ഷ പിശാചിന്റെ പദ്ധതികൾ അടുക്കുന്നില്ല എന്ന് കുറെ ലിമിറ്റഡ് പീരീഡിലേക്ക് പിശാച് അവനെ വിട്ടുമാറി. ആ കാലഘട്ടത്തിൽ അടുത്ത വാക്യം ഇങ്ങനെ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. നിന്നെ പിശാച് പോരാടുമ്പോഴും നിനക്കെതിരെ വെല്ലുവിളിക്കുമ്പോഴും നിന്റെ മേലുള്ള ആത്മശക്തി കുറഞ്ഞു പോകുവാനിടയാകരുത്. പരീക്ഷകളെ ജയിക്കുവാനും വെല്ലുവിളികളെ നേരിടുവാനും ദൈവശക്തി നമ്മുടെ മേലുണ്ടെങ്കിലേ മതിയാകും. നമ്മുടെ മേൽ ആത്മാവിൽ നിറയപ്പെടുന്ന അനുഭവം, അഭിഷേകത്തിന്റെ നിറവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമുക്ക് വേദനയും ശോധനയും പരീക്ഷയുടെ മുഖങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരും. എന്നാൽ അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മനിറവിലൊട്ടും കുറഞ്ഞു പോകാൻ ഇടയാകണം. ഇവിടെ പിശാചിനെ ദൈവം ജയിച്ചത്, കർത്താവായ യേശുക്രിസ്തു ജയിച്ചത് ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ കൂടിയാണ്. പിശാച് പറഞ്ഞ ഓരോ വാക്കുകളും ദൈവം ദൈവവചനത്താൽ വെട്ടി ആ ദൈവശക്തിയെ വെളിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ഓരോ ദിവസവും ആത്മശക്തിയോടെ ജീവിക്കേണ്ടത് ദൈവവചനത്തിന്റെ തികവോടുകൂടിയാണ്. അവിടെയാണ് നമുക്ക് ആത്മശക്തിയിൽ നിലനിൽക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ആത്മശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. പിശാച് എന്നെ പരീക്ഷിച്ചുവെന്ന് പറഞ്ഞ് തോറ്റുപോകുകയല്ല, പിശാചന്റെ പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞ് പരാജയപ്പെട്ടു പോവുകയല്ല. അവന്റെ ആത്മശക്തിയുടെ പുതുക്കത്തോടെ ദൈവം ശുശ്രൂഷയിലേക്ക് കയറുവാനിടയായി. കർത്താവിന്റെ ശുശ്രൂഷ രീതികൾ അവിടെ താഴോട്ട് 4-ാം അധ്യായത്തിൽ തന്നെ ഒത്തിരി വിശദീകരണ ഭാഗങ്ങൾ തരുവാനുണ്ട്. അവനെ പുകഴ്ത്തിയവരുണ്ട്. അവന്റെ സകലരുടെയും കണ്ണ് അവനിലേക്ക് പതിഞ്ഞുവെന്ന് 20-ാമത്തെ വാക്യം, കണ്ണ് അവൻ പതിഞ്ഞിരുന്നു. അതിൻ്റെ 22-ാമത്തെ വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി. അങ്ങനെ അതിനുശേഷം അടുത്ത വാക്യം വായിക്കുന്നത് 29-ാമത്തെ വാക്യം, അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തല കീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. പുകഴ്ത്തുമ്പോഴും അവനെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെയും പിന്നാലെ വന്നത് അവനെ തള്ളിയിടുവാനുള്ള ഒരു ആരവം കൂടി അവരുടെ പിന്നാലെ ഉണ്ട്. എന്നാൽ അവിടെയൊക്കെ
പിടിച്ചു നിൽക്കുവാൻ ഒരു ദൈവകൃപ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, അവനോ അവർ നടുവിൽ കൂടെ കടന്നുപോയെന്ന 30-ാമത്തെ വാക്യം. അങ്ങനെ ആ വേദനയുടെ നടുവിലും ആ തിരസ്കരണത്തിന്റെ ഒക്കെ നടുവിലും സ്വന്തം നാട്ടിലും നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ അവന് പിടിച്ചു നിൽക്കുവാൻ കൃപയായി, കർത്താവായ യേശുക്രിസ്തുവിന് പിടിച്ചു നിൽക്കുവാൻ കൃപയായത് തന്നിൽ വ്യാപരിച്ച ആത്മശക്തിയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ആത്മശക്തി ഉണ്ടെങ്കിലേ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ആത്മശക്തി ഉണ്ടെങ്കിൽ ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയത്തുള്ളൂ. ഈ ആത്മശക്തി ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം കർത്താവ് ഇങ്ങനെയാണ് വായിക്കുക. അനന്തരം 31-ാമത്തെ വാക്യം, അവൻ ഗലീലയിലെ പട്ടണമായ കവർന്നഹൂമിൽ ചെന്നു ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. താഴോട്ട് വായിക്കുമ്പോൾ അവന്റെ സ്തുതി ചുറ്റുമുള്ള നാടെങ്ങും പകർന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂതഗ്രസ്തൻ സൗഖ്യമാകുവാനിടയായി. അവിടെ ഉണ്ടായിരുന്ന ജനം വിടുതൽ പ്രാപിപ്പാനിടയായി. ഗലീലയിലെ പള്ളികൾ വീണ്ടും കർത്താവ് ശുശ്രൂഷിപ്പാനിടയായി. ഞാൻ പറയട്ടെ, ശോധനകൾ വീണുപോയായിരുന്നെങ്കിൽ, അവരുടെ ആ കുറ്റപ്പെടുത്തലുകൾ തള്ളിപ്പറച്ചിലുകളൊക്കെ വീണുപോയായിരുന്നെങ്കിൽ, അല്ല പുകഴ്ത്തലുകൾ ഒത്തിരി ഉയരത്തിലേക്ക് വന്ന് ഇവിടെ മതി എന്ന് പറയുവാനിടയായിരുന്നെങ്കിൽ മുന്നോട്ടുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുത്തലായിരുന്നു. ഞാൻ 4-ാം അധ്യായം മാത്രം കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ആത്മാവ് നിറഞ്ഞവനായി ശോധനകളെ ജയിച്ച്, പരീക്ഷകളെ ജയിച്ച് നമുക്ക് ആത്മാവിന്റെ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഇടയാകണം. ഈ പ്രഭാതത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ മുന്നോട്ട് പോയി നമുക്ക് ആത്മീയ ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.